അടുക്കളയിൽ സമയം ലാഭിക്കാനും ജോലി എളുപ്പമാകാനും പാചകം കൂടുതൽ ആസ്വദിക്കാനും സഹായിക്കുന്ന 25 കിടിലൻ കിച്ചൺ ടിപ്സാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കും പുതിയതായി പാചകം പഠിക്കുന്നവർക്കും ഈ ടിപ്സുകൾ വളരെ ഉപകാരപ്പെടും. ഒരു ദിവസം മുഴുവൻ അടുക്കളയിൽ ചിലവഴിക്കുന്ന സമയം കുറയ്ക്കാനും ഭക്ഷണം കൂടുതൽ രുചികരമാക്കാനും ഈ ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങളെ സഹായിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. ടിപ്പ് നമ്പർ 1, ഒരാഴ്ചയ്ക്കുള്ള പച്ചക്കറികൾ ഒരുമിച്ച് തയ്യാറാക്കുക. എല്ലാ ദിവസവും പച്ചക്കറികൾ അരിയാൻ സമയം കണ്ടെത്താൻ പലർക്കും ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് സമയം മാറ്റിവെച്ച് പച്ചക്കറികൾ കഴുകി ഉണക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ദിവസേന സമയം നമുക്ക് ലാഭിക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മീൽ പ്രിപ്പറേഷൻ കൂടുതൽ എളുപ്പമാക്കും. ഉള്ളി അരിയുമ്പോൾ കണ്ണ് നിറയാതിരിക്കാനായിട്ട് ഉള്ളി അരിയുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലെങ്കിൽ കത്തി തണുത്ത വെള്ളത്തിൽ മുക്കിയ ശേഷം അരിയുക. ഇങ്ങനെ ചെയ്യുന്നത് കണ്ണിൽ അനുഭവപ്പെടുന്ന അസ്വസ്ഥതയെ കുറയ്ക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി സൂക്ഷിക്കുക. ദിവസവും അരയ്ക്കുന്നതിനേക്കാൾ ഒരുമിച്ച് അരച്ച് ചെറിയ ബോട്ടിലിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലോ ആക്കി സൂക്ഷിക്കുക. ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിക്കുക. കറിവേപ്പില കൂടുതൽ ദിവസം ഫ്രഷായിട്ട് സൂക്ഷിക്കാനായിട്ട് കറിവേപ്പില കഴുകി പൂർണ്ണമായി ഉണക്കിയ ശേഷം ടിഷ്യൂ പേപ്പറിൽ വെച്ച് പാത്രത്തിൽ സൂക്ഷിക്കുക. ഇത് കൂടുതൽ ദിവസം കേടാകാതെ നിൽക്കും. നാരങ്ങയിൽ നിന്നും കൂടുതൽ നീര് ലഭിക്കാൻ ഉപയോഗത്തിന് മുൻപ് നാരങ്ങ കൈകൊണ്ട് ഉരുട്ടുക, അല്ലെങ്കിൽ 10 മിനിറ്റ് മൈക്രോവേവിൽ വയ്ക്കാം. കൂടുതൽ നീര് ലഭിക്കും. മല്ലിയില കൂടുതൽ ദിവസം കേടാകാതെ സൂക്ഷിക്കാൻ മല്ലിയില കഴുകി ഉണക്കി പേപ്പർ ടവലിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കുക. മസാലകൾ ലേബൽ ചെയ്ത് സൂക്ഷിക്കുക. ഓരോ മസാല ടിന്നിലും പേരെഴുതി സ്റ്റിക്കർ ഒട്ടിക്കുക. പാചക സമയം വേഗത്തിൽ സാധനങ്ങൾ കണ്ടെത്താൻ ഇങ്ങനെ ചെയ്യുന്നത് സഹായകരമാകും. അരി കഴുകിയ വെള്ളം വെറുതെ ഇനി കളയണ്ട, ചെടികൾക്ക് ഉപയോഗിക്കാം. പിന്നെ ചിലർ മുടി കഴുകാനും ഉപയോഗിക്കാറുണ്ട്. പാലടുപ്പിൽ നിന്നും തിളച്ച് പൊന്തിപ്പോകാതിരിക്കാൻ പാത്രത്തിൻ്റെ മുകളിൽ ഒരു മരത്തവി വെച്ചാൽ പാൽ പുറത്തേക്ക് ഒഴുകുന്നത് കുറയാനായി സാധിക്കും. ഉരുളക്കിഴങ്ങ് വേഗത്തിൽ വേവിക്കുന്നതിന് മുൻപ് ചെറിയ കഷ്ണങ്ങളാക്കുക. ഇങ്ങനെ ചെയ്താൽ ഗ്യാസിൻ്റെ സമയം ലാഭിക്കാം. ഫ്രിഡ്ജിൽ സാധനങ്ങൾ ക്രമീകരിച്ച് സൂക്ഷിക്കുക. സാധനങ്ങൾ ഓരോ വിഭാഗങ്ങളായി തിരിച്ചു വയ്ക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ വേർതിരിച്ച് വെക്കുക. വെളുത്തുള്ളി എളുപ്പത്തിൽ തൊലി കളയാൻ ഒരു ബോക്സിലിട്ട് നന്നായി കുലുക്കുക. തൊലി പെട്ടെന്ന് വേർപെട്ട് കിട്ടുന്നതാണ്. മുട്ട ഫ്രഷാണോ എന്നറിയാൻ വെള്ളം നിറച്ച പാത്രത്തിൽ മുട്ടയിടുക. മുങ്ങിയാൽ ഫ്രഷാണ്. കറികളിൽ ഉപ്പ് കൂടിപ്പോയാൽ കറിയിൽ ഉരുളക്കിഴങ്ങ് കഷണമാക്കി ഇടുക. കുറച്ച് ഉപ്പ് ഉരുളക്കിഴങ്ങ് ആഗിരണം ചെയ്തുകൊള്ളും. ഇഡലിമാവ് നല്ലപോലെ പൊങ്ങി വരാൻ ചൂടുള്ള സ്ഥലത്ത് വയ്ക്കുക, അല്ലെങ്കിൽ അധികം വെള്ളം ചേർക്കാതിരിക്കുക. പച്ചമുളക് കൂടുതൽ ദിവസം കേടാകാതെ സൂക്ഷിക്കാൻ ഞെടുപ്പ് മാറ്റിയ ശേഷം ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ച് പച്ചമുളക് സൂക്ഷിച്ചു വയ്ക്കുക. അടുക്കളയിലെ കൗണ്ടർ ടോപ്പ് എപ്പോഴും വൃത്തിയായിട്ട് വയ്ക്കാൻ പാചകം കഴിഞ്ഞ് ഉടൻ തന്നെ അത് തുടയ്ക്കുക. അഴുക്ക് കെട്ടിക്കിടക്കില്ല. നാരങ്ങയുടെ തൊലി ഉപയോഗത്തിന് ശേഷം കളയാതിരിക്കുക. ദുർഗന്ധം മാറ്റാനും ക്ലീനിങ്ങിനും ഇത് ഉപയോഗിക്കാം. ഫ്രീസറിൽ വയ്ക്കുന്ന ഭക്ഷണത്തിന് എപ്പോഴും ഡേറ്റ് എഴുതുക. എപ്പോൾ വെച്ചതാണെന്ന് അറിയാൻ സഹായിക്കും. ചായപ്പൊടി അരച്ചതിന് ശേഷം കളയരുത്. അത് നമുക്ക് രണ്ടാമതും ഉപയോഗിക്കാം. ചില ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം. എണ്ണ കുറച്ച് ഉപയോഗിക്കാൻ സ്പൂൺ ഉപയോഗിക്കുക. നേരിട്ട് ഒഴിക്കുന്നതിനേക്കാൾ അളവ് നിയന്ത്രിക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ കൂടുതൽ സഹായപ്രദമാകും. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കയ്യെത്തും ദൂരത്ത് വയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പാചകത്തിന് ഈസി ആയിരിക്കും. പാചകം ചെയ്യുമ്പോൾ ക്ലീൻ ആസ് യു ഗോ ശീലം പ്രാക്ടീസ് ചെയ്യുക. ഉപയോഗിച്ച പാത്രങ്ങൾ ഉടൻ കഴുകുക. പിന്നീട് വലിയ ജോലി വരില്ല. പ്ലാൻ നെക്സ്റ്റ് ഡേ മീൽ. അടുത്ത ദിവസത്തെ ഭക്ഷണം മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. രാവിലെ എന്ത് ഉണ്ടാക്കണം എന്ന ആശയക്കുഴപ്പം ഒഴിവാക്കാനും സമയം ലാഭിക്കാനും എങ്ങനെ ചെയ്യുന്നത് സഹായിക്കും. പഞ്ചസാര കട്ട പിടിക്കാതിരിക്കാൻ കുപ്പിയിൽ ഒരു ബ്രെഡ് കഷ്ണം ഇട്ട് വെച്ചാൽ പഞ്ചസാര മൃദുവാകും. പഴുത്ത വാഴപ്പഴം കളയരുത്. ഷേക്ക്, പാൻകേക്ക്, കേക്ക് എന്നിവയിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ വെണ്ണ വേഗം മൃദുവാകാനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക. വെണ്ടയ്ക്ക അരിയുമ്പോൾ ഒട്ടൽ കുറയ്ക്കാൻ കഴുകിയ ശേഷം പൂർണ്ണമായും ഉണക്കി സൂക്ഷിക്കുക. തേങ്ങ ചിരകിയത് ഫ്രീസ് ചെയ്യുക. ചെറിയ പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ചാൽ എപ്പോൾ വേണമെങ്കിലും എടുത്ത് നമുക്ക് ഉപയോഗിക്കാം ആവശ്യാനുസരണം.
ബ്രെഡ് പാഴാകാതിരിക്കാൻ എയർ ടൈറ്റ് ബോക്സിൽ സൂക്ഷിച്ചു വയ്ക്കുക. അടുക്കളയിലെ വലിയ മാറ്റങ്ങൾ പലപ്പോഴും ചെറിയ ശീലങ്ങളിൽ നിന്നാണ് തുടങ്ങുക. ഓരോ ആഴ്ചയും 2-3 ടിപ്സ് ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടുക്കള ജോലികൾ എളുപ്പമാകുന്നതും സമയം ലാഭിക്കുന്നതും നിങ്ങൾക്ക് അനുഭവപ്പെടും. സോ ട്രൈ ഇറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഓൾ.